നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. മണലൂർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടിയേറി. KSSPU അന്തിക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. മണലൂർ പഞ്ചായത്ത് ഓഫീസ് നവീകരണ പദ്ധതിയെ അട്ടിമറിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെക്കുക, പഞ്ചായത്ത് ഓഫീസിന്റെ മതിലുകളിലും ചുമരിലും ACP വർക്കുകളിലും സ്റ്റിക്കർ ഒട്ടിച്ച് അലങ്കോലമാക്കിയവർക്കെതിരെ പോലീസ് നടപടി ആവശ്യപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. തുടർന്ന് ഭരണസമിതി യോഗവും ബഹിഷ്കരിച്ചു. 2 മാസമായി പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടപെടൽ മൂലം പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ട്രസ് വർക്കിൽ LDF അംഗങ്ങൾ റീത്ത് സമർപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ഷാനി അനിൽകുമാർ, ഷേളി റാഫി, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, ധർമ്മൻ പറത്താട്ടിൽ, സിജു പച്ചാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. സ്റ്റിക്കർ ഒട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് അലങ്കോലപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അജണ്ട ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയകത്ത് ഉണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും ഉന്നയിച്ചത് ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചതാണ്. ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച് മതിലുമ പോസ്റ്റർ ഒട്ടിച്ചത് അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒട്ടിച്ചതാണ്. ആ പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും പറഞ്ഞത്. പക്ഷേ LDFന്റെ അംഗങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. അത് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് മാത്രം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം ഒരു പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ മതിലിമ പോസ്റ്റ് ഒട്ടിച്ചതും പഞ്ചായത്തിൻ്റെ ചുമരുമിൽ പോസ്റ്റ് ഒട്ടിച്ചതും പഞ്ചായത്തിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് തന്നെ ഒരു അലങ്കോലമാക്കി മാറ്റിയ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മെമ്പർമാർ ആവശ്യപ്പെട്ടുകൊണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ധിക്കാരപരമായ രൂപത്തിൽ അത് കഴിയില്ല എന്നും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല എന്നും പഞ്ചായത്ത് മെമ്പർമാരെ, അത് ഉന്നയിച്ച മെമ്പർമാരെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ മീശ പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു വില മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറയുന്ന രൂപത്തിൽ അത്രയ്ക്കും മോശമായ രൂപത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് ധിക്കാരപൂർവ്വം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാരായിട്ടുള്ളവർ പ്രതിഷേധിക്കുകയും പഞ്ചായത്ത് ഹാളിൽ നിന്ന് പ്രതിഷേധിക്കുകയും. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടികയറി. പട്ടാമ്പി കളരിക്കൽ ഹരിദാസൻ പണിക്കരുടെ നേതൃത്വത്തിൽ കൂത്ത് പണിക്കന്മാർ പാലപ്പെട്ടി കൂത്തമ്പലത്തിന് അരികിലെത്തി കൊട്ടി വിളംബരം ചെയ്തുകൊണ്ട് ക്ഷേത്രമുറ്റത്തെ ആലിൽ കൊടി ഉയർത്തി. 7 ദിവസം നീണ്ടുനിൽക്കുന്ന തോൽപ്പാവക്കൂത്ത് ആചാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് പാലപ്പെട്ടി ക്ഷേത്രം. കൂടാതെ 6 ദിവസം വൈകിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കും. മാർച്ച് 2 രാത്രി 8:30 ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പറ വഴിപാട് ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം രാത്രി 12:30 ഭഗവതിയെ കൂത്തമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന കൂത്തായ രാവണവധം നടക്കും. മാർച്ച് 3 തിങ്കളാഴ്ച അശ്വതി വേലാഘോഷത്തിന് വൈകിട്ട് 4 5 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും പാണ്ടിമേളവും ഉണ്ടായിരിക്കും. സമാപനത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴയും ഉണ്ടായിരിക്കും. മാർച്ച് 4 ഭരണി ദിവസം രാവിലെ 4 മണിക്ക് ധീവര സമുദായത്തിന്റെ താലമ്പരവും അതിനുശേഷം 7 മണിയോടുകൂടി വേട്ടുവ സമുദായത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലമ്പരവും തുടർന്ന് പറയ പുലയ സമുദായങ്ങളുടെ കുതിരകളിയും ദാരികനും കാളിയും ഉണ്ടായിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് കൂത്തുപണിക്കന്മാർ ക്ഷേത്രത്തിലെത്തി രാമശരം സമർപ്പിക്കുന്നതോടെ അശ്വതി വേലയ്ക്ക് സമാപനമാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം അന്തിക്കാട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ ഈ എണ്ണ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഇവിടെ ഇന്ന് ഞാൻ കാലത്ത് പോകുമ്പോൾ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ കൂടി വിവിധ മേഖലകളിൽ. അപ്പം നേരത്തെ കുട്ടൂരി ടീച്ചറുടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഞാൻ പഠിച്ച വിവരമില്ല. അത് ഇവിടെ വന്നപ്പോൾ കുട്ടൂരി ടീച്ചറെ ഞാൻ പരിചയപ്പെടുകയും പരിചയപ്പെട്ടപ്പോഴാണ് ടീച്ചറെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അതുപോലെ വേറെ കുറേ പേര് പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ സംഘടനയുടെ ഭാഗത്തുള്ള എല്ലാ വിഭാഗങ്ങളും വേറെ യാതൊരു ഭരണ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് 33 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി കെ രാധാമണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ്, സെക്രട്ടറി ടി കെ പീതാംബരൻ, ട്രഷറർ ടി ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി യു നാരായണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്യാമളാദേവി, എൻ കെ സുധീരൻ, ജോയിന്റ് സെക്രട്ടറി കെ ആർ പുഷ്പവല്ലി, അന്തിക്കാട് യൂണിറ്റ് സെക്രട്ടറി ടി എസ് വിശാലാക്ഷി എന്നിവർ സംസാരിച്ചു. ദേശാഭിമാനി സാഹിത്യ പുരസ്കാര ജേതാവ് കവി രാവുണ്ണിയെ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ അനുമോദിച്ചു. സർവീസ് പെൻഷൻ മാസിക സമ്മാനദാനം വൈസ് പ്രസിഡന്റ് ഇ വി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. തുടർന്ന് 2025-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ആന്റണി ജോസഫ് നിർവഹിച്ചു. തുടർന്ന് ബ്ലോക്ക് വനിതാവേദിയുടെ കൈകൊട്ടിക്കളി, മണലൂർ യൂണിറ്റ് വനിതാവേദി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. ബി.ജെ.പിയുടെ നയങ്ങളുടെയും നിലപാടുകളുടെയും പ്രചരണം CPM ഏറ്റെടുത്തിരിക്കുകയാണെന്നും ബി.ജെ.പിയെ മഹത്വൽക്കരിക്കുന്ന പണിയാണ് ഇപ്പോൾ CPM ചെയ്യുന്നതെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദിശ ഏകദിന നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 വർഷത്തിലേക്ക് എത്തുക, എല്ലാ മേഖലയും പ്രശ്നങ്ങളാണ്. കേരളത്തെ ഒന്ന് 3ആയി വിഭജിച്ചാൽ ഇപ്പം നമ്മളുടെ ഈ തീരദേശ മേഖലയിലെ പ്രശ്നം അതിതീവ്രമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പുതുതായി കേന്ദ്രമെടുത്ത ചില നടപടികൾ അത് ഏറെ ആശങ്കയിലാക്കിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലുള്ള എല്ലാവരെയും വേദനയിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനമായിപ്പോൾ. എന്നാൽ അതിന് ഫലപ്രദമായ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് സത്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഈ ഖനനവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല ഇടതുപക്ഷത്തിന്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ ആ തുറമുഖം വന്നപ്പോൾ അതിലുണ്ടായിരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത സമീപനം നമുക്കറിയാം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൗക്കത്ത് അലി അധ്യക്ഷനായി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA അനിലക്കര, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, കെ ദിലീപ് കുമാർ, VR വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പതാക ഉയർത്തി. സമാപന യോഗം KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നൌഷാദ് ആറ്റുപറമ്പത്ത്, സുനിൽ ലാലൂർ, ശോഭ സുബിൻ, CM നൌഷാദ്, ബ്ലോക്ക് ഭാരവാഹികളായ ഗഫൂർ തളിക്കുളം, AN സിദ്ധപ്രസാദ്, ഹിറോസ് ത്രിവേണി, BK മോഹനൻ, CB ഗിരി, ആൻഡോ തുറയൻ, CB വികാസ് എന്നിവർ സംസാരിച്ചു. സൗന്ദര്യ മത്സരത്തിൽ മികവ് തെളിയിച്ച ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് സ്നേഹത്തണലിന്റെ സ്നേഹാദരം. തൃശൂരിൽ നടന്ന ഭിന്നശേഷി കുട്ടികളുടെ സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ വിജയിയായ കൃഷ്ണരാജിനാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാദരവ് നൽകിയത്. പഞ്ചഗുസ്തി മത്സരത്തിലും സംസ്ഥാന ലെവൽ ഗോൾഡ് മെഡൽ നേടി നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളതാണ് പടിഞ്ഞാറ്റയിൽ ജോയ് രാഖി ദമ്പതികളുടെ മകനായ കൃഷ്ണരാജ്. കഴിയമ്പ്രം VPM SNDP സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണരാജ് അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ സംരക്ഷണയിലാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നിടയിലും അമ്മയുടെ ചെറിയ ജോലികളിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മകൻ മറ്റുള്ളവരെ പോലെ ജീവിക്കാനും ഉയരങ്ങൾ കീഴടക്കാനും പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മ രാഖി. ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, ജനറൽ സെക്രട്ടറി MA സലീം, ട്രഷറർ TV ശ്രീജിത്ത്, ഭാരവാഹികളായ അശോകൻ KC, ANG ജെയ്ക്കോ, മുഹമ്മദ് അലി NK, പ്രേംലാൽ PR, പൂമ്പാറ്റ അധ്യാപകൻ പെപ്പിൻ ജോർജ്, കൊറിയോഗ്രാഫറായ അപർണ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ ഈ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വിവരവും ഈ കൃഷ്ണരാജ് ഇത്രത്തോളം നല്ല ഒരു സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് അവനവൻ്റെ
കഴിവിനനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാം കൃഷ്ണരാജിൻ്റെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു 80% ഉള്ള നമ്മളെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പോലെയുള്ള നമ്മുടെ സാധാരണ ഒരു കുട്ടിയല്ല. എന്നിട്ട് പോലും ആ രീതിയിലേക്ക് ഇത്രത്തോളം നല്ല രീതിയിലേക്ക് ഒരു മെഡലുകൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് കൃഷ്ണരാജിന്. ഓണറേറിയം വർധനവും പെൻഷൻ ഉൾപ്പെടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാറിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പരിപാടി DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, BD സന്ദീപ്, TV ഷൈൻ, ജീജ ശിവൻ, സന്ധ്യ സാജി, ബിന്ദു പ്രദീപ്, മുഹമ്മദ് അലി കണിയാർക്കോട്, ആശാ വർക്കർ സുബില പ്രസാദ് എന്നിവർ സംസാരിച്ചു. കഠിനാധ്വാനം ചെയ്യുന്ന 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ എന്നുള്ളതുകൊണ്ട് അവരുടെ വേതനത്തിന് വേണ്ടി, അവരുടെ ഓണറേറിയത്തിന് വേണ്ടി, അവരുടെ ശമ്പളത്തിന് വേണ്ടി, അവരുടെ പെൻഷൻ കിട്ടുമ്പോൾ അവർക്കൊരു ആനുകൂല്യത്തിന് വേണ്ടി ഈ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 14 ദിവസമായി കഠിനമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലപ്പാട് ഉപജില്ലയിൽ ഏറ്റവും നല്ല അധ്യാപകനുള്ള വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ മെമ്മോറിയൽ അധ്യാപക അവാർഡിന് ഡോക്ടർ B സന്തോഷ് കുമാർ അർഹനായതായി അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ ഗോപിദാസ് വന്നേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് സന്തോഷ് കുമാർ. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനിക്കുക. 28-ന് വാടനപ്പള്ളി നടുവിൽക്കര ബോധാനന്ദ വിലാസം LP സ്കൂളിൽ നടക്കുന്ന വാർഷിക ആഘോഷ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്യും. 14 ദിവസമായി വേതന വർധനവ് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതകുളം സെന്ററിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിഭ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. OICC സൗദി ദമാം പ്രതിനിധി ഷാജി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഫാത്തിമ സലീം, സുമേഷ് പാനാട്ടിൽ, KH കബീർ, സജിത്രൻ തയ്യിൽ, ബിനോയ് ലാൽ, വൈശാഖ് വേണുഗോപാൽ, ഡേവിസ് വാഴപ്പള്ളി, അക്ബർ അലി, ഇസ്മയിൽ അറക്കൽ, ശരത്, ശ്രീജിൽ, ശ്യാംചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഫീസ് വർധനവും അതുപോലെ തന്നെ അതിൻ്റെ ശമ്പള വർധനവിനും ഒരു മടിയുമില്ല. ഈ പാവപ്പെട്ടവർ, നമുക്കറിയാം, ഇവിടെ കോവിഡ് മഹാമാരി നടന്നിരുന്ന കാലത്ത് ഓരോ വീടുകളിലും വന്ന് അവരുടെ ക്ഷേമം അന്വേഷിച്ചും അവർക്ക് വേണ്ടിയുള്ള മെഡിസിനായാലും മരുന്നായാലും വസ്ത്രങ്ങളായാലും അവർ ഒരു മടിയും കൂടാതെയാണ് ചെയ്തിട്ട് അത്രയ്ക്കും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ജനവിഭാഗത്തിന് കൊടുക്കാനുള്ള ഓണറേറിയം പോലും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ മോശമാണ് ഈ വ്യവഹാരം. പാതിവില തട്ടിപ്പിന് ഇരയായ മുഴുവൻ പേർക്കും അടച്ച മുഴുവൻ തുകയും തിരിച്ചു നൽകണമെന്നും തട്ടിപ്പുകാരായ BJP CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞാണി സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചിത്രം, പിന്നെ പേരറിയാത്ത കുറെ മുഖമറിയാത്ത ഒരു ചിത്രമുണ്ട്, കുറെ ചിത്രങ്ങളുണ്ട്. അതിൽ നമുക്ക് മണലൂർക്കാർക്ക് അറിയാവുന്ന ഒരു ചിത്രമുണ്ട്. സുധീഷ് മേലത്തുപറമ്പിൽ എന്ന് പറയുന്ന BJPയുടെ കഴിഞ്ഞ നാളുകളിലെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, അരിമ്പൂര് മലക്കൊടിക്കാരനായ സുധീഷ്. ഈ ആളുകളെല്ലാം കൂടി പ്രിയമുള്ളവരെ നാട്ടിൽ നിന്നും പണം പിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അനന്തു എന്ന് പറയുന്ന 28 വയസ്സ് പ്രായക്കാരനായ തട്ടിപ്പുകാരനും BJPയും കൂടിയ നടത്തിപ്പാണെന്ന്. പക്ഷേ ഈ ഞാനും നിങ്ങളും ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന ഈ മണലൂർ നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന NES ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നാട്ടിൽ നടപ്പിലാക്കുന്ന സംഘടനകളുടെ NGOs രജിസ്റ്റർ ചെയ്യാറുള്ള സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാറുള്ളത്. ഈ സീഡ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശം ഉൾപ്പെടുന്ന അന്തിക്കാട് ബ്ലോക്കിലാണ്. ആ അന്തിക്കാടിന്റെ NES ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ
ഇന്നലകളിൽ മണലൂർ പഞ്ചായത്തിന്റെ CPIM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച CPIM-ന്റെ പിന്തുണയോടെ ഭൂരിപക്ഷ CPIM അംഗങ്ങൾ തെരഞ്ഞെടുത്ത ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞകാല പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശിയാണ് ഈ സംഘടനയുടെ നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റ്. വിജി ശശി കേവലം പഴയകാല പഞ്ചായത്ത് പ്രസിഡന്റ്, പഴയകാല CPM നേതാവെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ സാധിക്കുമോ CPM-കാർക്ക്? മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷനായി. KPCC മീഡിയ പാനലിസ്റ്റ് BR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, BG അശോകൻ, CM നൌഷാദ്, PK ജയറാം, പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, OJ ഷാജൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, മണ്ഡലം പ്രസിഡന്റുമാരായ MB അരുൺ എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി BG അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KK ജോൺ അധ്യക്ഷനായി. DCC സെക്രട്ടറി KK ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് R പീതാംബരനെ DCC സെക്രട്ടറി KB ജയറാം ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ, റോബിൻ വടക്കേത്തല, KK പ്രകാശൻ, ടോണി അത്താണിക്കൽ, ജിഷ സുരേന്ദ്രൻ, VK കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വെളക്കേത്ത് ശ്രീ മുത്തപ്പൻ ഭദ്രകാളി നാഗരാജ ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദേവിയുടെ പത്മക്കളം എന്നിവ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ്, പെരുവനം പ്രകാശൻ മാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി. വൈകിട്ട് ദീപാരാധന, തായമ്പക, ബ്രദേഴ്സ് അന്തിക്കാടിന്റെ അയ്യപ്പൻ പാട്ട്, കോതകുളം പുത്തൻ വീട്ടിൽ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നാഗക്കളം, ദേവിയുടെ രൂപക്കളം എന്നിവയും നടന്നു. പെരിങ്ങോട്ടുകര മൂത്തേടത്തറ PK ബാലനും സംഘവും കളമെഴുത്ത് പാട്ടിനും ഭഗവതി പാട്ടിനും നേതൃത്വം വഹിച്ചു. തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ എഴുന്നള്ളിപ്പ്, വടക്കും വാതിക്കൽ, കർമ്മം എന്നിവയ്ക്ക് ശേഷം മഹോത്സവത്തിന് സമാപനമായി. വാടനപ്പള്ളി ബീച്ച് അമൃതതീരം പിതൃതർപ്പണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിവരാത്രി വാവുബലി വ്യാഴാഴ്ച പുലർച്ചെ 4 മുതൽ 8 വരെ നടക്കും. ബലിതർപ്പണത്തിന് വാടനപ്പള്ളി ബീച്ചിൽ വിപുലമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അനുവദിച്ച തുക ഉപയോഗിച്ച് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച EKC റോഡിന്റെയും ഇയാനി റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. EKC റോഡ് അഴിമാവ് പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 1631 പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും 32 പ്രവൃത്തികൾ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 77 നിയമമണ്ഡലങ്ങളായി ഇപ്പോൾ 624 റോഡുകൾ ഏറ്റെടുക്കുകയും 348 കോടി രൂപ ഇതിനായി ചെലവഴിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച 93 റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലായി നടന്നു വരുന്നത്. തിരുവനന്തപുരം 9, കൊല്ലം 15, ആലപ്പുഴ 28, കോട്ടയം 2, എറണാകുളം 6, തൃശ്ശൂർ 10, പാലക്കാട് 1, മലപ്പുറം 6, കോഴിക്കോട് 4, കണ്ണൂർ 10, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് നിലവിൽ പൂർത്തീകരിച്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റോഡുകൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ MT രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PR നിഖിൽ, വാസന്തി തിലകൻ, MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് സെക്രട്ടറി KB സനീഷ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൽവിൻ P ഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റഗാസ ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പൊതുജലാശയങ്ങളിൽ കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപം നടത്തി. മണലൂർ വഞ്ചിക്കടവ് ചീപ്പ് പരിസരത്ത് നടത്തിയ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഏകദേശം 2.25 ലക്ഷത്തോളം ശുദ്ധജല കാർപ്പ് കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ CK മനോജ്, മണലൂർ പാടശേഖരം സമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകരടക്കം 47 അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ഉപജില്ലാ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സംഗമം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പൊ പറവൂര് മാലിന്യങ്കരമുള്ള ഒരു സ്ഥലം. മാലിന്യങ്കര അയാളുടെ മക്കൾ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ ക്ലോസ്ഡ് സ്വിച്ച് ഇട്ടാലും തുറക്കുന്ന വാതിലൊക്കെ ഉള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് വെള്ളം കയറി, മുകളിലായി 2ാം നില മുകളിലൊക്കെ കയറി നോക്കി. അവസാനം ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇറക്കിയിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ പിടിച്ചിട്ട് നമുക്ക് അസ്മാബി കോളേജിലുള്ള ഷെൽട്ടറിൽ എത്തിച്ചത്. അപ്പൊ ആദ്യ സമയമാണ് ഒരു മൂലക്കരിക്കുന്ന ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അയാള് എന്തോ ഒരു അത്യാവശ്യം അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു മുണ്ടോ എന്തോ ആവശ്യം. പക്ഷെ പറയാൻ ഭയങ്കര മടി. അദ്ദേഹം ഈ വാതിലൊക്കെ അടച്ചിട്ട് ഒരാൾക്ക് വേണ്ടി തുറക്കണ വാതിലായിരുന്നില്ല. അദ്ദേഹം അവസാനം ഞങ്ങളോട് പറഞ്ഞിട്ടത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഏതെങ്കിലും ഒരു വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണവും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AO KV അമ്പിളി, വികസന സമിതി ട്രഷറർ ശ്രീജ മൗസ്മി, SSK ജില്ലാ അക്കൗണ്ട് ഓഫീസർ ജസ്റ്റിൻ തോമസ്, തളിക്കുളം BPC TV ചിത്രകുമാർ, വികസന സമിതി വൈസ് ചെയർമാൻമാരായ AA ജാഫർ, CK ബിജോയ്, കൺവീനർ KR രാഗേഷ്, ജോയിന്റ് കൺവീനർമാരായ EB ബിനി, MA സാദിഖ് എന്നിവർ സംസാരിച്ചു. നീതിക്കായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വാടനപ്പള്ളി മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷയായി.
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, ബ്ലോക്ക് ഭാരവാഹികളായ ശ്രീകല സജീവൻ, സുജാത ഹരിഹരൻ, കുമാരി സുരേഷ്, ഷെഫീന, ഷെബീർ അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സനിഷ നിധിൻ, മണ്ഡലം ഭാരവാഹികളായ ഫാത്തിമ ജലീൽ, ഷൈന പീതാംബരൻ, സുലൈഖ ഷംസുദ്ദീൻ, ഷൈന ജോബി, സക്കീന ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞാണി പാവറട്ടി ചാവക്കാട് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 7 മുതൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ബജറ്റിനെ അനുമോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും BJP കയ്പമംഗലം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് കാർഡുകൾ അയച്ചു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് കൊട്ടാരത്ത്, ജനറൽ സെക്രട്ടറി അജയ് ഘോഷ്, ദിലീപ് KG എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ സംസ്ഥാന ബജറ്റിൽ 1 രൂപ പോലും വകയിരുത്താത്ത സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. യോഗത്തിൽ കരയാമുട്ടം സർവീസ് ബാങ്ക് പ്രസിഡന്റ് KH കബീർ മുഖ്യപ്രഭാഷണം നടത്തി. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ ശോഭ സുബിൻ, സുമേഷ് പാനാട്ടിൽ, ഷിബ പ്രദീപ്, ഷിബു നെടിയിരിപ്പിൽ, ഫാത്തിമ സലീം, ബിനോയ് ലാൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. യോഗങ്ങളും പന്തംകൊളുത്തി പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ മുതൽ ഞായറാഴ്ച പോലും അവധിയില്ലാതെ മുഴുവൻ സമയം ആരോഗ്യ പ്രവർത്തകരായ ആശാ വർക്കർമാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ശമ്പളം വെറും 7000 രൂപയാണ്. ഒരു ദിവസം 233 രൂപയാണ് ആശാ വർക്കർമാർക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ശമ്പളം. അതുതന്നെ പല അസസ്മെന്റിന്റെയും അടിസ്ഥാനത്തിൽ 150 രൂപയും 200 രൂപയും താഴെ കിട്ടുന്ന അവസ്ഥയിലാണ് ആശാ വർക്കർമാർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ ഗർഭസ്ഥയാവുന്നത് മുതൽ പ്രസവിച്ച് കുട്ടിയുടെ സംരക്ഷണം മുതൽ വയസ്സായി വൃദ്ധയാകുന്നത് വരെ, വൃദ്ധന്മാരെ വരെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് കേരളത്തിലെ ആശാ വർക്കർമാർക്ക്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി തീപ്പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം 3 കോടിയ സെന്ററിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ ആൻഡോ തുറയൻ, രാമൻ നമ്പൂതിരി, വേണുഗോപാൽ, ഹബീബുള്ള, ശിവജി കൈപ്പുള്ളി, ലൂയിസ് താണിക്കൽ, പ്രമോദ് കണിമംഗലത്ത്, ഗോപാലകൃഷ്ണൻ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ശ്രീ തൃത്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി പ്രഥമ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുഷിൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MP ഭാസ്കരൻ, സെക്രട്ടറി നന്ദകുമാർ എത്തിക്കാട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രസാദ ഊട്ടിലേക്കുള്ള അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്തർ ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചു. ഉത്സവ ദിവസം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ്, വർണ്ണമഴ എന്നിവയും ഫെബ്രുവരി 27 പുലർച്ചെ 4:30 മുതൽ തൃത്തല്ലൂർ രമേശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പിതൃതർപ്പണവും ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തിലഹോമവും ഉണ്ടായിരിക്കും. ശിവരാത്രി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ കലവറ നിറയ്ക്കലാണ്. അത് നമ്മുടെ ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരി പാടിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് കലവറ നിറയ്ക്കൽ തുടങ്ങിയത്. നാളെ 25-ാം തീയതി ഇന്ന് നാടകം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകമാണ് അച്ഛൻ. അതുപോലെ തന്നെ നാളെ ഗാനമേളയാണ്. അതിനുശേഷം 26-ാം തീയതി ശിവരാത്രിയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് കലാപരിപാടികളും മറ്റുള്ള സാധാരണ നടത്താറുള്ള എല്ലാ വിധ സംയുക്തമായിട്ട് എല്ലാ പരിപാടികളുമുണ്ട്.
നാട്ടിക വലപ്പാട് കൊടിമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒന്നാം ദിവസം സ്വാമി തേജസ്വരൂപാനന്ദ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഈ സമയത്ത് രാഷ്ട്രത്തിന് മുഴുവൻ ഈ ശിവരാത്രിയുടെ അന്ന് സമാപിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും ഗംഭീരമായൊരു ചടങ്ങ് നടക്കുന്ന സമയമാണ്. ഭാരതഖണ്ഡത്തിലെങ്ങും അതിൻ്റെ അലയലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാലോ, 50 കോടി ജനങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു മഹാകുംഭമേള പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശിവരാത്രിക്കാണ് അത് അവസാനിക്കുക. 50 കോടി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ദിവസം കേരളത്തിൽ 3 കോടി ജനങ്ങളാണ്, 3 കോടി ജനങ്ങളാണ് ആകെ ഉള്ളത്. ജർമ്മനിയിൽ ആകെ 8.5 കോടി ജനങ്ങളാണുള്ളത്. പക്ഷേ നമ്മുടെ ജനസംഖ്യയിലും കൂടുതലാണ്, കേരളത്തിലെ ജനസംഖ്യക്കാളും കൂടുതൽ ആൾക്കാർ ഓരോ ദിവസവും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുക. അത് അവസാനിക്കുന്നത് മറ്റന്നാളാണ്, ശിവരാത്രിയുടെ അന്നാണ്. അന്ന് അവഭൃത സ്നാനത്തോട് കൂടിയിട്ട് അവസാനിക്കും. ഈ കുംഭമേളയ്ക്ക് സവിശേഷതയുള്ളത് 144 കൊല്ലം കൂടുമ്പോഴാണ് ഈ വർഷത്തെ സവിശേഷമായ കുംഭമേള അരങ്ങേറുക. ദേവസ്വം പ്രസിഡന്റ് KN രാജൻ അധ്യക്ഷനായി. സെക്രട്ടറി PK ജയൻ, ട്രഷറർ ലാൽ ആളൂപ്പറമ്പിൽ, ജനാർദ്ദനൻ പനക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 6 ടീമുകളുടെ നേതൃത്വത്തിൽ വീരനാട്യം, കൈകൊട്ടിക്കളിയും അരങ്ങേറി. ശിവരാത്രിയോടനുബന്ധിച്ച് തൃപ്പയാർ ക്ഷേത്രനടയിൽ നിന്നും ആലുവ മണപ്പുറത്തേക്ക് പതിവ് പോലെ KSRTC ബസ് സർവീസ് ഉണ്ടായിരിക്കും. ശിവരാത്രി ദിവസമായ ബുധനാഴ്ച വൈകിട്ട് 4 മണി, 6 മണി, 8 മണി, 9 മണി എന്നീ സമയങ്ങളാണ് തൃപ്പയാർ ക്ഷേത്രനടയിൽ നിന്നും ബസ് പുറപ്പെടുന്നത്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മണലൂർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടിയേറി. KSSPU അന്തിക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.